ചോറ് തിന്നാലോ? ഹലോ, എന്തൊക്കെയാ ഊണിന് ഇവിടെ തന്നെ സ്പെഷ്യൽ? സ്പെഷ്യൽ ആയിട്ടില്ല, സാധാ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ. ഇന്നിപ്പം ചൂര, അയല, കുഴിയാള, നെത്തോലി, കൊഞ്ചുണ്ട്, ചാള. നമുക്ക് അടുക്കളയിൽ പോയി നോക്കാലോ. അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള. ഇത് ഇപ്പൊ അയലയാ? അതെ, അയല, കുഴിയാള, ചാളയുണ്ട്. ഇതിപ്പോ പൊരിക്കാൻ വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ മസാല പുരട്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒക്കെ അന്വേഷിച്ച സമയത്ത് ഇവിടുത്തെ മീൻ വറുത്തത് ഭയങ്കര സ്പെഷ്യൽ ആണെന്നാണ് എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ കഴിക്കാൻ വേണ്ടി മാത്രം. കറി എന്തൊക്കെയാണുള്ള? കറി ഇന്ന് കൊഞ്ചു പെരട്ടുണ്ട്, ചൂരക്കറി. ഇതിപ്പം ഒരു 12 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവർക്കും കൊടുത്ത് തുടങ്ങുമോ? 12 മണിയല്ല, 11:45 കഴിയുമ്പോൾ തുടങ്ങും. അപ്പോഴത്തേക്കൊക്കെ ആൾക്കാർ വന്ന്. ഞാൻ ഇതിന് മുന്നേ 1-2 തവണ ഇവിടെ വന്നപ്പോഴേ എനിക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. കുറെ സമയം ഞാൻ വെയിറ്റ് ചെയ്ത്. നമ്മുടെ സീറ്റിംഗ് വളരെ കുറവാണ്, 25 സീറ്റേ ഉള്ളൂ. അതൊരു വിഷയമേ അല്ല, കാരണം ആ 25 പേർക്ക് നല്ല വൃത്തിയുള്ള സ്ഥലവും നല്ല വൃത്തിയുള്ള ഭക്ഷണമാണ്. സംഭവം ഞാൻ ഉൾപ്പെടെ എന്റെ ഫാമിലി ഇതേ നമ്മളെല്ലാവരും ഇവിടുന്ന് ഈ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. ഇതേ ടേബിൾ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം വൃത്തിഹീനമായ ഒരു സ്ഥലത്തിരുന്ന് കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും താല്പര്യപ്പെടുന്നു. മനസ്സിലായി. ഈ 4 വർഷം നമുക്ക് സ്ഥിരം കസ്റ്റമർ. എനിക്കറിയാം, നമ്മുടെ ഓഫീസിൽ ഇവിടെ വന്ന് സ്ഥിരമായിട്ട് ഊണ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഉച്ചയ്ക്ക് വന്ന് കഴിക്കുന്നവരുണ്ട്, പിന്നെ രാവിലെ ബാഡ്മിന്റൺ ഒക്കെ കഴിഞ്ഞ് വന്ന് ജിമ്മിലൊക്കെ പോയിട്ട് നേരെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ എനിക്കറിയാം. ഇതേമാണ് നമ്മുടെ മെയിൻ ആള്, ഇവിടുത്തെ എല്ലാ കാര്യവും. അതായത് ഒരു 3 ദിവസത്തേക്കുള്ള സാധനം മാത്രമേ മേടിച്ച് വെക്കാറുള്ളൂ, ഓവറായിട്ട് മേടിച്ച് വെക്കില്ല. അടുത്തുള്ള കടകളിൽ നിന്ന് പൊടിച്ച് മേടിക്കുന്നത്, മുളക് പൊടി ആയാലും മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി. നമ്മൾ ഇത്ര തന്നെ സാധനങ്ങളെ നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് ആ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. പൊറോട്ടയ്ക്ക് മാത്രമാണ് പാം ഓയിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ പാചകവും വെളിച്ചെണ്ണയിലാണ്. എല്ലാം A to Z സാധനങ്ങൾ വെളിച്ചെണ്ണയിലാണ്. അപ്പൊ നമുക്ക് മീൻ വറുത്തത് എന്തായി എന്ന് നോക്കിയിട്ട് വരാം. അമ്മേ, ഫ്രൈ ചേച്ചി. ഓ, ഞാടാ ഇതന്നെയല്ലേ? നമ്മളിപ്പോ എത്ര വർഷമായി ഇവിടെ ഈ ഷോപ്പ് തുടങ്ങിയിട്ട്? റഫ്ലി 4 years ആവാറായി. ഇന്ന് രാവിലെ എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ? ഇന്ന് ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, ഉപ്മാവ്, പിന്നെ കറിയായിട്ട് കടലക്കറി, മുട്ടക്കറി. വെയിറ്റ് ഉണ്ട്. എനിക്ക് പിന്നെ ഇവിടെ ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നറിയോ? ഇവിടുത്തെ ഒരു ആംബിയൻസാ. കുറെ ഫോട്ടോസ്, കുറെ ബുദ്ധൻ, കുറെ ഗണപതി. അങ്ങനെ ഐഡിയ ഇരുന്നോ? ഇതെല്ലാം വന്നു പെട്ടതാണ്. ആണോ? ഇത് കൂടുതലും പടം വരച്ചെന്ന ഒരാളാണ്. പുള്ളിക്കാരി നന്നായിട്ട് സഹായിച്ചുകൊണ്ട് ഇത്രയും നല്ല ആംബിയൻസ് ഉണ്ടാക്കാൻ പറ്റും. നല്ല നമ്മുടെ വീട്ടിലൊക്കെ ഒരു പൂജാമുറി ഒക്കെ ഇല്ലേ, അതേപോലെയൊക്കെ ഉണ്ട് ആ കോർണറൊക്കെ കാണാൻ. ഒരു ഏസ്തറ്റിക് ലുക്ക് ഉണ്ട്. അത് ഒറിജിനൽ മരാണോ? അതെ, ഒറിജിനൽ മരം. ഈ നാട്ടിലൊരു മരം മുറിച്ചു, അപ്പൊ അതിന്റെ വേര ഇത്. ആ വേരെടുത്തേക്ക് നമ്മൾ പണിതെ കൊണ്ടുവച്ചു. ഇതിപ്പം പുളിശ്ശേരി സാമ്പാറായി. ഇനി അടുത്ത നാരങ്ങ അച്ചാറാണ്, പൈനാപ്പിൾ കിച്ചടി, വട കൂട്ടുകറി, തോരൻ. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ, ഇനി ഫുഡ് കഴിക്കണല്ലോ. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയണ്ടേ? നല്ല ഊണല്ലേ ഇവിടുത്തത്? ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോന്ന് അറിയില്ല, മീനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വിശപ്പുണ്ട്, നല്ല മീനൊക്കെ കൂട്ടി, വറുത്ത മീനും കൊഞ്ച് ഫ്രൈ ഒക്കെ കൂട്ടി നല്ല ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നേരെ വഞ്ചൂരേക്ക് വരിക. വഞ്ചൂർ കോടതിയുടെ നേരെ ഓപ്പോസിറ്റ് സുദാസിൽ വരിക. നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാം. ബൈ.